ഓക്കെ. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005. നിയമത്തിൻ്റെ പേര് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഗാർഹിക പീഡന നിരോധന നിയമം 2005 എന്നുള്ളതാണ്. ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായത് ഏതാണെന്ന് പറഞ്ഞ് ചോദിക്കാൻ നേരത്ത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2006 ഉൾപ്പെടുത്തി വേണമെങ്കിൽ ചോദിച്ചിടാം. പക്ഷേ നിയമത്തിൻ്റെ പേര് 2005 എന്നുള്ളതാണ്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളുക. ഈ അടുത്ത കാലത്ത് പരീക്ഷകളിലൊക്കെ താഴെ തന്നെ സ്ത്രീധന നിരോധന നിയമം 1961 അങ്ങനെ പല നിയമങ്ങളുടെ പേരുകൾ വെച്ചിട്ട് പരീക്ഷയിൽ ക്വസ്റ്റ്യൻ ഇടാറുണ്ട്. അങ്ങനെ ഇടാൻ നേരത്ത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നമ്മൾ 2006 നിലവിൽ വന്നത്. അതുകൊണ്ട് പേര് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2006 ആയിരിക്കുമെന്ന് തെറ്റിദ്ധരിക്കരുതും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും ഇത് കാണുന്നവരെല്ലാവരും ആവശ്യമുണ്ടെങ്കിൽ ഇത് എഴുതിയെടുക്കണം. എഴുതിയെടുത്തതിന് ശേഷം റിവിഷൻ ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കത്തുള്ളൂ. അല്ലാതെ നമ്മളിത് ഫോണിലുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ജസ്റ്റ് കണ്ടുവിടുകയാണെങ്കിൽ ആ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ. അത് വെച്ചൊരിക്കലും പരീക്ഷ എഴുതാൻ സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ പരമാവധി ആളുകൾ ആവശ്യക്കാരെല്ലാം എഴുതിയെടുക്കുക. ഇതെല്ലാം എല്ലാ കാര്യങ്ങളും വളരെ ഡെപ്തിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കാര്യങ്ങളെല്ലാം നോക്കാം. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമാണ്. അപ്പോൾ ഇത് എവിടെയാണ് ബാധകമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഗൃഹങ്ങൾക്കുള്ളിലാണ് ഇത് ബാധകമായിട്ട് വരുന്നത്. ഗാർഹിക ബന്ധത്തിലാണ് ഇത് ബാധകമായിട്ട് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഉത്തരവുകൾ എവിടെയാണ് ബാധകമെന്ന് ചോദിച്ചാൽ ഒരിക്കലും നിങ്ങൾ അത് എഴുതരുതും. ഗൃഹങ്ങൾ ഉള്ളിൽ മാത്രമെന്ന് എഴുതരുതും. ഉത്തരവുകൾക്ക് ഇന്ത്യ മുഴുവൻ ബാധകമായിട്ടാണ് ഉത്തരവുകളുള്ളത്. ഇത് പ്രകാരം നിരവധി ഉത്തരവുകൾ പുറപ്പെടുവിക്കും കോടതികൾ. ആ ഉത്തരവിന് എവിടെയൊക്കെ ബാധകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഇന്ത്യ അല്ല ഗാർഹിക ഈ കുടുംബത്തിനുള്ളിലാണെന്ന് എഴുതി കളയരുത്. പക്ഷെ നിയമത്തിൻ്റെ സാധ്യത എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാർഹിക ബന്ധത്തിലാണ് ഇത് വരുന്നത്. അതായത് ഗൃഹത്തിനുള്ളിലാണ് ഇത് വരുന്നത്. ജനറലായിട്ട് ഈ നിയമം ബാധകമാകുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ ഗൃഹങ്ങളിൽ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഗാർഹിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മാത്രമാണ് ഇത് ബാധകമായിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ നിയമത്തിൻ്റെ നമ്പരി മിക്കവാറും ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മുടെ തണ്ണീർത്തട നിയമത്തിൻ്റെയൊക്കെ നമ്പരി നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാകും, പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 2005 43-ാം നമ്പർ നിയമം. പിന്നെ നമ്മുടെ പോക്സോടെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും, പോക്സോ ആകെ എത്ര അധ്യായങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അതുപോലെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഗാർഹിക പീഡന നിരോധന നിയമം എത്ര അധ്യായങ്ങളിലായി എത്ര വകുപ്പുകളാണെന്ന്. 5 അധ്യായങ്ങളിൽ 37 വകുപ്പുകളാണ്. പ്രധാനമന്ത്രി ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. പ്രസിഡന്റ് APJ അബ്ദുൽ കലാമാണ്. ഇതൊക്കെ GK പോലെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ബാധകമായി വരുന്നത് ഗാർഹിക ബന്ധത്തിലാണ് അല്ലെങ്കിൽ ഗൃഹങ്ങളിലാണ് ഇത് ബാധകമായി വരുന്നത്. 2005 43-ാം നമ്പർ നിയമമാണ്. 5 അധ്യായങ്ങളിലും 37 വകുപ്പുകളാണുള്ളത്. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, പ്രസിഡന്റ് APJ അബ്ദുൽ കലാമാണ് പ്രസിഡന്റായിട്ടുള്ളത്. ഇതൊക്കെ GK പോലെ പഠിച്ചു വയ്ക്കുക. പിന്നെ കുടുംബത്തിനകത്തും അതിനോട് ബന്ധപ്പെട്ടും എന്തെങ്കിലും തരത്തിലുള്ള പീഡനത്തിനിരയാവുന്ന സ്ത്രീകൾക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ കൂടുതൽ ഫലപ്രദമായി സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആക്ട്. ഇത് അവരുടെ ഹെഡിങ് കൊടുത്തിരിക്കുന്ന കാര്യമാണ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക അതൊക്കെ. പിന്നെ അടുത്ത കാര്യത്തിലേക്ക് പോവാം. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2005 സെപ്റ്റംബർ 13-നും നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. LGS പോലുള്ള ഒരു പരീക്ഷയ്ക്കാണെങ്കിൽ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്ക് കിട്ടും. 2006 ഒക്ടോബർ 26-നാണ്. പിന്നെ ഈ നിയമത്തിൽ കുട്ടി എന്നാൽ ആരാണെന്നുള്ളതാണ്. കുട്ടി എന്നാൽ 18 വയസ്സിൽ താഴെയുള്ള ഏതെങ്കിലും ആൾ എന്ന് അർത്ഥമാക്കുന്നതും ദത്തെടുത്ത കുട്ടിയോ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ കുട്ടിയോ വളർത്തു കുട്ടിയോ അതിൽ ഉൾപ്പെടുന്നതുമാകുന്നു. 18 വയസ്സിൽ താഴെയുള്ള വ്യക്തികളെയാണ് കുട്ടികളെന്ന് പറയുന്നത്. അതിപ്പോൾ നമുക്ക് പൊതുവെ എല്ലാ നിയമത്തിലും 18 വയസ്സിൽ താഴെയുള്ളവരാണ് കുട്ടികളെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ മുതിർന്ന പൗരന്മാരുടെ ഒരു കാര്യം പഠിച്ചപ്പോൾ മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കുന്ന നിയമത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ്, 18 വയസ്സും അതിന് മുകളിലുള്ള ആൾക്കാരെയാണ് കുട്ടികളെന്ന് പറയുന്നത്. കാര്യം അത് ആരാണ് സംരക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുട്ടികളാണ് സംരക്ഷിക്കുന്നത്. അവിടെ മാത്രമാണ് കുട്ടികൾക്ക് 18 വയസ്സ് തികയുന്നത്, അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രായമുള്ളത്. ബാക്കി എല്ലാ നിയമത്തിലും 18 വയസ്സിൽ താഴെയാണ്. നമ്മൾ ഈ ഭരണഘടനയിൽ ഒരു തവണ പറഞ്ഞിട്ടുണ്ടല്ലേ, ഭരണഘടനയിൽ ഈ ഖനികളിലും അപകടകരമായ ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ പ്രായം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് അവിടെ ജോലി ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് പറ്റത്തില്ലെന്ന് വിചാരിച്ച് ഈ അപകടകരമായ മേഖലകളിലൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്ന ജോലി ചെയ്യാൻ പാടില്ലാത്ത പ്രായം എത്രയെന്ന് പറഞ്ഞാൽ 18-ന് താഴെയാണെന്ന് വിചാരിച്ചു കളയരുതും. അത് നമ്മൾ ഭരണഘടനയിൽ പറയുന്ന പ്രായം 14-ആണ്. ഓക്കെ, നമുക്ക് പിന്നീട് ഭരണഘടന പറയുമ്പോൾ പറയാം. നമുക്ക് നിയമത്തിലേക്ക് തന്നെ വരാം. അപ്പോൾ കുട്ടി എന്നാൽ 18 വയസ്സിൽ താഴെയുള്ള ഏതെങ്കിലും ആൾ എന്ന് അർത്ഥമാക്കുന്നതും ദത്തെടുക്കുന്ന കുട്ടിയോ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ കുട്ടിയോ വളർത്തു കുട്ടിയോ ആര് വേണേലും ആകാം. കല്യാണം കഴിക്കുന്ന സമയത്ത് ഭാര്യയ്ക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി കൂടി ഈ പരിധിയിലൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെച്ചോളുക. ഗാർഹിക ബന്ധം എന്ന് പറഞ്ഞാൽ രക്തബന്ധത്തിലോ വിവാഹത്തിലോ വിവാഹത്തിൻ്റെ സ്വഭാവമുള്ള ബന്ധത്തിലോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ നിയമപ്രകാരം വിവാഹത്തിൻ്റെ സ്വഭാവമുള്ള ഒരു ബന്ധത്തിൽ ജീവിക്കുന്ന ആൾക്ക് സംരക്ഷണം ലഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംരക്ഷണം ലഭിക്കും.
അതിന് നമ്മൾ ഈ ലിവിങ് ടുഗദർ പോലെയൊക്കെ തന്നെ രക്തബന്ധത്തിലോ വിവാഹത്തിലോ വിവാഹത്തിന്റെ സ്വഭാവമുള്ള ബന്ധത്തിലോ ദത്തെടുക്കലിലൂടെയോ കൂട്ടുകുടുംബമായി ഒരുമിച്ച് ജീവിക്കുന്ന കുടുംബാംഗങ്ങൾ തമ്മിലുള്ള എന്ന നിലയ്ക്ക് വീട് പങ്ക് പറ്റിക്കൊണ്ട് ജീവിക്കുന്നവർ തമ്മിലുള്ള ബന്ധത്തെയാണ് ഗാർഹിക ബന്ധമെന്ന് പറയുന്നത്. അപ്പോൾ ഈ നിയമപ്രകാരം ഗാർഹിക ബന്ധം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് വിവാഹത്തിന്റെ സ്വഭാവമുള്ള ബന്ധം. പക്ഷെ അതിനും ഇവിടെ സംരക്ഷണം കിട്ടുന്നുണ്ട്. വിവാഹത്തിന്റെ സ്വഭാവമുള്ള ബന്ധവും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നിയമപരമായിട്ട് വിവാഹം കഴിക്കാത്ത രണ്ടുപേർ തമ്മിലുള്ള ബന്ധം, അവർ ഒരുമിച്ച് കുടുംബം പോലെ ജീവിക്കുന്നു, അവർ ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വരുന്നതാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ വിവാഹത്തിന്റെ സ്വഭാവമുള്ള ബന്ധവും ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഓർത്ത് വെച്ചോളുക. പിന്നെ പീഡനം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഗാർഹിക പീഡനത്തെ എത്രയായി തിരിക്കാമെന്നുള്ളത് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. വകുപ്പ് 3 അതിനെക്കുറിച്ച് പറയുന്നത്. നമ്മൾ പരീക്ഷയ്ക്ക് ഇട്ടായിരുന്നു, അത് PSC പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ശാരീരിക പീഡനമുണ്ട്, വാക്കാലുള്ള പീഡനമുണ്ട്, ലൈംഗിക പീഡനമുണ്ട്, സാമ്പത്തിക പീഡനമുണ്ട്. അങ്ങനെ വകുപ്പ് 3 പ്രകാരം 4 പീഡനമുണ്ട്. അപ്പോൾ ശാരീരിക പീഡനം, വാക്കാലുള്ള പീഡനം, ലൈംഗിക പീഡനം ഇവയെല്ലാം എന്നാണ് ചോയ്സ് എങ്കിൽ ഇവയെല്ലാം വരെ വായിച്ചിട്ടേ ആൻസർ കൊടുക്കാവുള്ളൂ. ചാടിക്കറിയൊന്നും ആരും അറ്റൻഡ് ചെയ്യരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശാരീരിക പീഡനം എന്ന് പറഞ്ഞാൽ ദേഹോപദ്രവം, ശിക്ഷാർഹമായ ഭയപ്പെടുത്തൽ, ബലപ്രയോഗം എന്നിവ ഉൾപ്പെടെ ശാരീരിക വേദനയ്ക്ക് ദുരിതത്തിന് ഇടയാക്കുകയോ അവയവത്തിനോ ആരോഗ്യത്തിനോ വളർച്ചയ്ക്കോ കോട്ടം വരുത്തുകയോ ചെയ്യുന്ന പ്രവൃത്തി. അപ്പം നമ്മൾ വിചാരിക്കും തല്ലുക, മർദ്ദിക്കുക, അതുപോലെ ദേഹോപദ്രവം വരുന്നുണ്ട്. ഇത് ശിക്ഷാർഹമായ ഭയപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ചിലപ്പോൾ വാക്കാലുള്ള പീഡനമായിരിക്കും. അതൊരിക്കലും അല്ല, അത് ശാരീരിക പീഡനത്തിലാണ് വന്നത്. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണം. ബാക്കിയൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലേ. ബലപ്രയോഗമൊക്കെ എന്തായാലും വന്ന ശാരീരിക പീഡനത്തിലാണ് വന്നെന്ന് മനസ്സിലാവും. പിന്നെ വാക്കാലുള്ള പീഡനം എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുക, അപമാനിക്കുക, ചീത്ത വിളിക്കുക, പ്രത്യേകിച്ച് കുട്ടിയോ ആൺകുട്ടിയോ ജനിക്കുന്നില്ല എന്ന കാരണത്താൽ വഴക്കെടുക്കുക. അങ്ങനെയുള്ള പീഡിപ്പിക്കപ്പെട്ട ആൾക്ക് താല്പര്യമുള്ള ആരെങ്കിലും പീഡിപ്പിക്കപ്പെട്ട ആളുടെ ഒരു സ്ത്രീയുടെ അമ്മേനോ അല്ല അച്ഛനെ തല്ലു എന്നൊക്കെ പറയുക. ഇതൊക്കെ ഏതിൽ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്കാലുള്ള പീഡനത്തിൽ വരും. അപ്പോൾ പീഡനത്തെക്കുറിച്ച് പറയുന്നത് 4 ടൈപ്പ് പീഡനമാണുള്ളത്. വകുപ്പ് 3 പറയുന്നത്. ശാരീരിക പീഡനത്തിലാണ്. ശിക്ഷാർഹമായ ഭയപ്പെടുത്തൽ വരുന്നത് ശാരീരിക പീഡനത്തിലാണ്. സാമ്പത്തിക പീഡനം എന്ന് പറഞ്ഞാൽ സംഘടകക്ഷിക്ക് അവകാശപ്പെട്ട ഏത് തരത്തിലുള്ള സാമ്പത്തിക വിഭവങ്ങളും നഷ്ടപ്പെടുത്തുക, അന്യാധീനപ്പെടുത്തുക, ഉപയോഗിക്കാൻ അനുവദിക്കാതിരിക്കുക. അപ്പോൾ അയാളുടെ പേരിൽ ഒരു വീടുണ്ട്, അതിന് വാടകയ്ക്ക് കൊടുത്തിരിക്കണം, അതിൻ്റെ വാടക ഭർത്താവ് മേടിക്കുക. അത് ഏതിൽ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക പീഡനത്തിൽ വരും. അല്ലെങ്കിൽ അയാളുടെ പേരിൽ ഈ സ്ത്രീയുടെ ATM കാർഡ്, അയാൾക്ക് ജോലിയുണ്ട്, അയാളുടെ ക്രെഡിറ്റ് കാർഡോ ATM കാർഡൊക്കെ ഉപയോഗിച്ച് ഭർത്താവ് പൈസ എടുക്കുന്നതൊക്കെ ഏതിൽ വരും എന്ന് ചോദിച്ചാൽ സാമ്പത്തിക പീഡനത്തിൽ വരും. പിന്നെ നമ്മൾ പറഞ്ഞ 4ാമത്തെ കാര്യം ലൈംഗിക പീഡനം. സ്ത്രീകളെ അപമാനിക്കുന്നതിനും തരം താഴ്ത്തുന്നതിനും നിന്ദിക്കുന്നതിനും ഉദ്ദേശിച്ചുകൊണ്ട് ലൈംഗിക സ്വഭാവമുള്ള പ്രവൃത്തി നടത്തുക. ഇത് ലൈംഗിക പീഡനത്തിൽ വരും. അപ്പോൾ നമ്മൾ വകുപ്പ് 3 പീഡനങ്ങൾ നിരവധി. അതിൽ പീഡനങ്ങൾ 4 ടൈപ്പാണ് വരുന്നത് വകുപ്പ് 3. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ശാരീരിക പീഡനം, രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ വാക്കാലുള്ള പീഡനം, മൂന്നാമത്തേത് സാമ്പത്തിക അപമാനം അഥവാ സാമ്പത്തിക പീഡനം, നാലാമത്തേത് ലൈംഗിക പീഡനം. വകുപ്പ് 3 ഇവ വന്നത്. പിന്നെ വകുപ്പ് 4 വിവരം നൽകേണ്ടത് ആരാണെന്നുള്ളതാണ്. വിവരം നൽകേണ്ടത് ഗാർഹിക പീഡന കൃത്യം നടന്നിട്ടുണ്ടെന്നോ നടന്നുകൊണ്ടിരിക്കുന്നതെന്നോ നടക്കാൻ സാധ്യതയുണ്ടെന്നോ വിശ്വസിക്കാൻ കാരണമായ ഏതൊരാൾക്കും അതിനെക്കുറിച്ച് വിവരം നൽകാം. ആരുടെ അടുത്ത് നൽകാം? പ്രൊട്ടക്ഷൻ ഓഫീസറുടെ അടുത്ത് നൽകാം, അല്ലെങ്കിൽ സേവനദാതാവിൻ്റെ അടുത്ത് നൽകാം. ആരുടെ അടുത്ത് വേണമെങ്കിലും നൽകാം. 4 ഒന്നാണ്. അപ്പോൾ നമ്മുടെ വീടിനടുത്ത് തൊട്ടടുത്ത് ഒരു സ്ത്രീയെ ഭർത്താവ് നിരന്തരം മർദ്ദിക്കുന്നുണ്ട്. നമുക്കറിയാതെ എന്ത് പീഡന, ശാരീരിക പീഡനം നടക്കുന്നുണ്ട്, ചിലപ്പോൾ വാക്കാലുള്ള പീഡനം ഉണ്ടാകാം. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. നമുക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ നമ്മൾ ചെന്ന് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞു. പ്രൊട്ടക്ഷൻ ഓഫീസർ അന്വേഷിക്കാൻ ഇവിടെ വന്ന് സ്ത്രീയോട് ചോദിച്ചപ്പോൾ സ്ത്രീ പറഞ്ഞു, എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് 2 തല്ലി രാവിലെയും വൈകിട്ടും രാത്രിയൊക്കെ കിട്ടിയാലേ എനിക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. ഇവൻ എന്താണെന്ന് ചോദിച്ച് അവരങ്ങൊന്നും അല്ലാതാക്കി കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫീസർ ഉടനെ നമുക്കെതിരെ തിരിഞ്ഞ് നമുക്കെതിരെ ഒരു കേസെടുക്കത്തില്ല. അതാണ് 4-2 പറയണത്. 4-1 പ്രകാരം ഉത്തമ വിശ്വാസപൂർവ്വം വിവരങ്ങൾ നൽകുന്ന ഏതൊരാൾക്കും സിവിലോ ക്രിമിനലോ ആയ യാതൊരു നടപടിയും പാടില്ലെന്ന് 4-2 പറയുന്നുണ്ട്. അപ്പോൾ 4-1 പ്രകാരം വകുപ്പ് 3 പ്രകാരം വിവിധ 4 ടൈപ്പ് പീഡനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞ്, 4-1 പ്രകാരം വിവരം നൽകുന്ന ആരാണെന്ന് പറഞ്ഞ്, 4-2 പ്രകാരം ഇങ്ങനെ വിവരം നൽകിയതിൻ്റെ ഫലമായിട്ട് നമ്മളെ പിടിച്ച് യാതൊരുവിധ കേസും നമുക്കെതിരെ എടുക്കത്തില്ലെന്നും പറഞ്ഞു. ഇനി വകുപ്പ് 5 കുറിച്ചാണ്. വകുപ്പ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയോ സേവനദാതാക്കളുടെയോ പ്രൊട്ടക്ഷൻ ഓഫീസറിൻ്റെയോ മജിസ്ട്രേറ്റിൻ്റെയോ അങ്ങനെ ഇവർ ആരുടെ അടുത്താണ് പരാതി നൽകുന്നത് അവർ ഈ വ്യക്തിയോട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നാണ് വകുപ്പ് 5 പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉത്തരവ് കിട്ടും, അത് പ്രകാരം നിങ്ങൾക്ക്
സംരക്ഷണം കിട്ടും, നിങ്ങൾക്ക് അഭയമന്ദിരത്തിൽ താമസിക്കാം, നിങ്ങൾക്ക് സേവനദാതാക്കൾ സഹായിക്കും, നിങ്ങളെ പ്രൊട്ടക്ഷൻ ഓഫീസർ സഹായിക്കും. ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ വരെ പറഞ്ഞു കൊടുക്കണം. പിന്നെ 1987 നിയമത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നാണ്, ഉപദേശം നൽകുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു പരീക്ഷയ്ക്ക് മജിസ്ട്രേറ്റ് എന്ന ആൻസർ കൊടുത്തായിരുന്നു. അങ്ങനെയല്ല, പോലീസ് ഉദ്യോഗസ്ഥന്മാരും സേവനദാതാവും പ്രൊട്ടക്ഷൻ ഓഫീസറും മജിസ്ട്രേറ്റും എല്ലാം ആർക്ക് വേണമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ അടുത്ത് വകുപ്പ് 5 പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥനോ സേവനദാതാവോ പ്രൊട്ടക്ഷൻ ഓഫീസറോ മജിസ്ട്രേറ്റോ അപേക്ഷ ലഭിക്കുമ്പോൾ എന്തെല്ലാം പറഞ്ഞു കൊടുക്കണമെന്നാണ് പറയുന്നത്. ഈ ആക്ട് പ്രകാരം ഇതൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ ആക്ട് പ്രകാരം സംരക്ഷണ ഉത്തരവോ സാമ്പത്തിക പരിഹാര ഉത്തരവോ പാർപ്പിട ഉത്തരവോ അങ്ങനെ ഒന്നിൽ കൂടുതൽ അത്തരം ഉത്തരവ് വഴി സങ്കട നിവൃത്തി കൈവരിക്കാനുള്ള അപേക്ഷ നൽകാം എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ കുറേ ഉത്തരവുകളുണ്ട്. പാർപ്പിട ഉത്തരവ് കിട്ടും, സാമ്പത്തിക പരിഹാര ഉത്തരവ് കിട്ടും, അങ്ങനെ നിങ്ങൾക്ക് സംരക്ഷണ ഉത്തരവൊക്കെ കിട്ടും, അതൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. പിന്നെ സേവനദാതാവിൻ്റെ കടമയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. സേവനദാതാവ് എന്തെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കണം. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ കടമയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് 1987 പ്രകാരം സൗജന്യ നിയമസഹായം ലഭിക്കുന്നതിനുള്ള അവളുടെ അവകാശത്തെക്കുറിച്ച്. ഈ ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് 1987 ഇപ്പോൾ പരീക്ഷകളിൽ കയറി വരുന്നുണ്ട്. അതിൽ ആർക്കൊക്കെ നിയമസഹായം കിട്ടുന്ന സാധാരണക്കാരന് പാവപ്പെട്ടവന് നിയമസഹായം കിട്ടുന്നു എന്ന് പറയുന്ന നമ്മുടെ നിർദ്ദേശകത്വത്തിലെ വകുപ്പ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഒരു ആക്ട് ഉണ്ടാക്കിയതാണ് 1987 ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട്. അത് പാവപ്പെട്ട എല്ലാവർക്കും കിട്ടും. അതായത് സ്ത്രീകൾക്ക് കിട്ടും, കുട്ടികൾക്ക് കിട്ടും, തൊഴിലാളികൾക്ക് കിട്ടും, ആർക്ക് വേണമെങ്കിലും കിട്ടും. അതൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. പരാതി നൽകാനുള്ള അവളുടെ അവകാശത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നിരവധി ഉത്തരവുകൾ കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കണം. സേവനദാതാവിൻ്റെ കടമയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. പ്രൊട്ടക്ഷൻ ഓഫീസറുടെ കടമയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ലീഗൽ സർവീസ് അതോറിറ്റി ആക്ടിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഹിന്ദു വിവാഹ നിയമത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കണം. പിന്നെ അഭയമന്ദിരത്തിൻ്റെ കർത്തവ്യം. അപ്പോൾ നമ്മൾ വകുപ്പ് 3 വിവിധതരം പീഡനത്തെക്കുറിച്ച് പറഞ്ഞു. വകുപ്പ് 4 വിവരം നൽകുന്നതിനെക്കുറിച്ച് പറഞ്ഞു. വകുപ്പ് 5 എന്തെല്ലാം ഉപദേശം കൊടുക്കണമെന്ന് പറഞ്ഞ്. വകുപ്പ് 6 അഭയമന്ദിരത്തിൻ്റെ കർത്തവ്യത്തെക്കുറിച്ചാണ്. പീഡനത്തിനിരയായ വ്യക്തിയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ ഓഫീസറോ അല്ലെങ്കിൽ സേവനദാതാവോ ഒരു ഷെൽട്ടർ ഹോമിൻ്റെ ചുമതലയുള്ള ആളോട് സംരക്ഷണം ആവശ്യപ്പെട്ടാൽ സംരക്ഷണം നൽകാൻ അയാൾ ബാധ്യസ്ഥനാണ്. അപ്പോൾ ആർക്കൊക്കെ അത് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീഡനത്തിനിരയായ ആൾക്ക് പറയാം എനിക്കൊരു അഭയമന്ദിരം വേണമെന്ന് പറയാം, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് പറയാം, അല്ലെങ്കിൽ സേവനദാതാവിന് പറയാം. അപ്പോൾ അവരെന്ത് നൽകണം? അഭയമന്ദിരം നൽകണം. അതാണ് വകുപ്പ് 6 പറയുന്നത്. വകുപ്പ് 7 ഇതുപോലെ തന്നെ. വകുപ്പ് 7 മെഡിക്കൽ സൗകര്യ കേന്ദ്രം നൽകണമെന്ന് പറയുന്നതാണ്. ആരൊക്കെ പറയും? പീഡിപ്പിക്കപ്പെട്ട ആളോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ ഓഫീസറോ അല്ലെങ്കിൽ സേവനദാതാവോ ചികിത്സാ കേന്ദ്രത്തിന് ചുമതലയുള്ള ആളോട് അഭയം നൽകാൻ പറഞ്ഞ് അവർ നൽകണമെന്നാണ് വകുപ്പ് 7 പറയുന്നത്. വകുപ്പ് 6 അഭയമന്ദിര കേന്ദ്രം, വകുപ്പ് 7 മെഡിക്കൽ സൗകര്യ കേന്ദ്രം. വകുപ്പ് 8 പ്രൊട്ടക്ഷൻ ഓഫീസറെ സംബന്ധിച്ചാണ്. സംസ്ഥാന സർക്കാരിനെ പ്രൊട്ടക്ഷൻ ഓഫീസറിൻ്റെ നിയമനം സംബന്ധിച്ചാണ് വകുപ്പ് 8 പറയുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊട്ടക്ഷൻ ഓഫീസർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ആരാ നിയമിക്കുന്നത്? സംസ്ഥാന സർക്കാരാണ്. ആവശ്യമെന്ന് കരുതുന്ന എത്ര പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ ഓരോ ജില്ലയിലും വിജ്ഞാപനം വഴി നിയമിക്കാം. പ്രൊട്ടക്ഷൻ ഓഫീസർമാർ കഴിയുന്നത്രയും സ്ത്രീകളായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രൊട്ടക്ഷൻ ഓഫീസർ കഴിയുന്നത്രയും ഒരു സ്ത്രീകളായിരിക്കണം, നിർദ്ദിഷ്ട യോഗ്യതകളും പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം. അപ്പോൾ വകുപ്പ് 8 പ്രകാരമാണ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ നിയമനം. ആരാണ് നിയമിക്കുന്നത്? സംസ്ഥാന സർക്കാർ. ഗവർണറൊന്നുമല്ല, സംസ്ഥാന സർക്കാരാണ് നിയമിക്കുന്നത്. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് വേണ്ട ഒരു പ്രധാന പ്രത്യേകത അവർ SC ST അങ്ങനെയൊന്നുമല്ല, മറ്റൊന്നുമല്ല, അവർ കഴിയുന്നത്രയും ഒരു സ്ത്രീ ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ധർമ്മം. അപ്പോൾ നമ്മൾ വകുപ്പ് 3 വിവിധതരം പീഡനം, വകുപ്പ് 4 നമ്മൾ പറഞ്ഞു ആരാ വിവരം നൽകുന്നത്, 5 എന്തെല്ലാം ഉപദേശം കൊടുക്കണം, 6 അഭയമന്ദിര കേന്ദ്രം, 7 മെഡിക്കൽ സൗകര്യ കേന്ദ്രം, 8 പ്രൊട്ടക്ഷൻ ഓഫീസറുടെ നിയമനം, 9 പ്രൊട്ടക്ഷൻ ഓഫീസറുടെ കർത്തവ്യങ്ങൾ. തൻ്റെ ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ മജിസ്ട്രേറ്റിനെ അദ്ദേഹം സഹായിക്കും. ഗാർഹിക പീഡന പരാതി ലഭിച്ചാൽ ഗാർഹിക സംഭവ റിപ്പോർട്ട് തയ്യാറാക്കി മജിസ്ട്രേറ്റിന് നൽകും. എന്താണ് ഈ ഗാർഹിക സംഭവ റിപ്പോർട്ട്? അഥവാ ഡൊമസ്റ്റിക് DIR എന്ന് പറയുവേ, ഡൊമസ്റ്റിക് ഇൻസിഡൻറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലം സന്ദർശിച്ചിട്ട് ഒരു റിപ്പോർട്ട് ഇവർ തയ്യാറാക്കും. അപ്പോൾ ഇത് തയ്യാറാക്കാൻ അവകാശപ്പെട്ടത് ആർക്കാണെന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ ഓഫീസർക്കും തയ്യാറാക്കാം, സേവനദാതാവിനും തയ്യാറാക്കാം. മറ്റുള്ളവർക്കൊന്നും തയ്യാറാക്കാൻ പറ്റത്തില്ല. അവർ തയ്യാറാക്കും, മജിസ്ട്രേറ്റിനെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പകർപ്പ് നൽകും. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു സുപ്രീം കോടതി വിധി വന്നായിരുന്നു, അതായത് ഇത് പരിഗണിക്കേണ്ടതില്ലെന്നും പറഞ്ഞിട്ട്. പക്ഷേ ഈ നിയമത്തിൽ ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് വലിയ കാര്യമൊന്നുമില്ല. ഇത് ആർക്ക് തയ്യാറാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ താഴെ പറയുന്നതിൽ DIR തയ്യാറാക്കാൻ അവകാശപ്പെട്ടത് ആരാണെന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് വരികയാണ്. പ്രൊട്ടക്ഷൻ ഓഫീസർ, സേവനദാതാവ്, ബന്ധപ്പെട്ട ഇരയുടെ അഭിഭാഷകൻ, ഇങ്ങനെയൊക്കെ ചോയ്സ് വന്നു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫീസറും സേവനദാതാവാണ്. ഇരയുടെ അഭിഭാഷകനൊന്നും ഇത് തയ്യാറാക്കാൻ അവകാശമില്ല. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോളുക. DIR ഡൊമസ്റ്റിക് ഇൻസിഡൻറ്റ് റിപ്പോർട്ട്. പിന്നെ പീഡിപ്പിക്കപ്പെട്ട ആൾ ആവശ്യപ്പെട്ടാൽ സംരക്ഷണ ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അപേക്ഷ മജിസ്ട്രേറ്റിന് നൽകുക.
പീഡിപ്പിക്കപ്പെട്ട ആൾക്ക് 1987 ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് പ്രകാരം നിയമസഹായം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അപേക്ഷ തയ്യാറാക്കി കൊടുക്കുക. മജിസ്ട്രേറ്റിന് അധികാരപരിധിയിലുള്ള പ്രദേശത്ത് നിയമസഹായമോ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അതുപോലെ സേവനദാതാക്കളോ അഭയമന്ദിര കേന്ദ്രങ്ങളോ അതുവരെയൊക്കെ ഒരു ലിസ്റ്റ് അഥവാ ഡേറ്റാ ബാങ്ക് സൂക്ഷിക്കുന്നത് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ഒരു ചുമതലയാണ്. പിന്നീട് അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കപ്പെട്ട ആൾ ആവശ്യപ്പെടുന്ന പക്ഷം സുരക്ഷിതമായ അഭയമന്ദിര കേന്ദ്രം ഉറപ്പുവരുത്തുക. അതിന് താമസിക്കുന്നതിൻ്റെ പകർപ്പ് മജിസ്ട്രേറ്റിനോ പോലീസിനോ നൽകുക. ശരീരത്തിൽ പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ വൈദ്യപരിശോധന ഉറപ്പാക്കുക. 20-ാം വകുപ്പ് പ്രകാരമുള്ള സാമ്പത്തിക പരിഹാര ഉത്തരവ് പാലിക്കപ്പെടുന്നുണ്ട് ഉറപ്പുവരുത്തുക. 20-ാം വകുപ്പ് പ്രകാരമുള്ള സാമ്പത്തിക പരിഹാര ഉത്തരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല, ഇവർക്ക് ചിലപ്പോൾ മാസത്തിൽ ഇത്ര രൂപ വെച്ച് കൊടുക്കാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. ഈ നിയമപ്രകാരം ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഇത്ര രൂപ വെച്ചിട്ട് മന്ത്ലി ഇവർക്ക് ഈ ഒരു ലേഡിക്ക് ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ കുട്ടിക്കും വേണ്ടി ചിലവിന് വേണ്ടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അത് കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ബാധ്യത കൂടി ആർക്കുണ്ട്? പ്രൊട്ടക്ഷൻ ഓഫീസർക്കുണ്ട്. അത്രയും കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അപ്പോൾ അഭയമന്ദിരം ഒരുക്കാം, മെഡിക്കൽ സൗകര്യ കേന്ദ്രം ഒരുക്കാം, ഒരു ഡേറ്റാ ബാങ്ക് സൂക്ഷിക്കാം, പിന്നെ ഈ സാമ്പത്തിക പരിഹാര ഉത്തരവ് പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. ഇതുപോലുള്ള കാര്യങ്ങളാണ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ധർമ്മങ്ങളിൽ വരുന്നത്. പ്രൊട്ടക്ഷൻ ഓഫീസർ മജിസ്ട്രേറ്റിന്റെ നിയന്ത്രണത്തിലായിരിക്കും. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫീസർ ഇത് ആരുടെ നിയന്ത്രണത്തിലായിരിക്കും? നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ആരുടെ നിയന്ത്രണത്തിലായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫീസർ മജിസ്ട്രേറ്റിന്റെ നിയന്ത്രണത്തിൽ അല്ല കളക്ടറുടെ നിയന്ത്രണത്തിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചോയ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അത് എഴുതരുതും. മജിസ്ട്രേറ്റിന്റെ നിയന്ത്രണത്തിലായിരിക്കും. ഈ ആക്ട് പ്രകാരം അദ്ദേഹം ചുമതലപ്പെടുത്തിയ കർത്തവ്യങ്ങൾ നിർവഹിക്കുവാൻ പ്രൊട്ടക്ഷൻ ഓഫീസർ ബാധ്യസ്ഥനാണ്. പ്രൊട്ടക്ഷൻ ഓഫീസറായി സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരെയോ സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയോ നിയമിക്കാം. പ്രൊട്ടക്ഷൻ ഓഫീസറായ സർക്കാർ ഉദ്യോഗസ്ഥർ വരാം, അല്ലെങ്കിൽ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ വരാം. 3 വർഷത്തെ പ്രവൃത്തി പരിചയവും 3 വർഷവും കാലാവധിയുമാണ് ഇവർക്കുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ് സംസ്ഥാന സർക്കാർ നിയമിക്കുന്നു, മജിസ്ട്രേറ്റിന്റെ നിയന്ത്രണത്തിലാണുള്ളത്, സാമ്പത്തിക പരിഹാര ഉത്തരവ്, അതുപോലെ നമ്മൾ ഒരു ഡേറ്റാ ബാങ്ക് സൂക്ഷിക്കുന്ന കാര്യം പറഞ്ഞ്, പിന്നെ ഇവർ മജിസ്ട്രേറ്റിന്റെ നിയന്ത്രണത്തിലാണ് മേൽനോട്ടത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരാകാം അല്ലെങ്കിൽ സന്നദ്ധ സംഘടനാ പ്രവർത്തകരാകാം. 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഇവർക്കുണ്ടാകണം. കാലാവധിയും 3 വർഷമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് പ്രൊട്ടക്ഷൻ ഓഫീസർ നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചുകൊള്ളുക. പിന്നെ ഇവർ DIR തയ്യാറാക്കുന്നുണ്ട്, ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട്. പിന്നെ സേവനദാതാക്കളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 10. നമ്മൾ ആ ക്രമം അനുസരിച്ച് വകുപ്പ് 3 പറഞ്ഞ് വിവിധതരം പീഡനങ്ങൾ പറഞ്ഞ്, 4 വിവരം നൽകുന്ന പറഞ്ഞ്, 5 ഉപദേശത്തെക്കുറിച്ച് പറഞ്ഞ്, 6 അഭയമന്ദിരത്തിന് ചുമതല പറഞ്ഞു, 7 മെഡിക്കൽ സൗകര്യ കേന്ദ്രം പറഞ്ഞു, 8 പ്രൊട്ടക്ഷൻ ഓഫീസർ നിയമനം പറഞ്ഞു, 9 പ്രൊട്ടക്ഷൻ ഓഫീസർ ചുമതല പറഞ്ഞു, 10 സേവനദാതാക്കളെ കുറിച്ചാണ് പറയുന്നത്. സേവനദാതാവായി രജിസ്റ്റർ ചെയ്യുന്നത് നിയമസഹായമോ സാമ്പത്തിക സഹായമോ ചികിത്സാ സഹായമോ മറ്റു വിധത്തിലുള്ള സഹായമോ നൽകുന്നതിനായി നിയമാനുസൃത മാർഗത്തിലൂടെ സ്ത്രീകളുടെ അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട സന്നദ്ധ സംഘടനകൾ അല്ലെങ്കിൽ 1956 കമ്പനീസ് ആക്ട് പ്രകാരം പ്രാബല്യത്തിൽ വന്ന മറ്റ് നിയമങ്ങൾ പ്രകാരമോ രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനി സംസ്ഥാന സർക്കാരിലേക്ക് ഈ ആക്ടിന്റെ ആവശ്യത്തിനായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയോ അങ്ങനെയുള്ളവരൊക്കെയാണ് സേവനദാതാവായിട്ട് വരുന്നത്. സ്ത്രീകളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ സേവനദാതാവായിട്ട് വരുമോ പ്രവർത്തിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണ്. ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ പാലിക്കണം. അതായത് സന്നദ്ധ സംഘടനയാകാം. അങ്ങനെ ഈ 2 ആക്ട് 1860 സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട്, 1956 കമ്പനീസ് ആക്ട് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്ന മറ്റ് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനി, ഇവർക്ക് സേവനദാതാവായിട്ട് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ സന്നദ്ധ സേവന പ്രവർത്തനം നടത്തുന്ന ഒരു സ്ത്രീക്ക് സേവനദാതാവാണ്. അപ്പോൾ താഴെ പറയുന്ന സേവനദാതാവായി പ്രവർത്തിക്കാൻ പറ്റുന്നത് ആർക്കാണ് അല്ലെ പറ്റാത്ത ആർക്കാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ പറയുന്നത് അല്ലാണ്ട് മറ്റുള്ളവർക്ക് ആർക്കും പറ്റത്തില്ല. അതായത് നമ്മൾ വിചാരിക്കും സന്നദ്ധ സേവനം നടത്തുന്ന ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് ആയിക്കൂടാന്ന്. അങ്ങനെ ആകാൻ പറ്റത്തില്ല. ഏതെങ്കിലും സംഘടനകൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പനികൾക്കോ മാത്രമേ ഇത് സേവനദാതാവായിട്ട് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുത്തിട്ട് ഒരു 10 പ്രാവശ്യം വായിച്ച് പഠിച്ചാൽ മാത്രമേ ഇത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ എഴുതാൻ പറ്റത്തുള്ളൂ. യൂട്യൂബ് കാണുന്നവർക്കൊന്നും മാർക്ക് കയറാത്തതിൻ്റെ കാര്യം അതാണ്. നിങ്ങൾ റിവൈസ് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അത് എല്ലാവരും ഇത് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ബുക്കിലേക്ക് ഇതെല്ലാം എഴുതിയെടുക്കാം. ഏകദേശം 10 വകുപ്പുകൾ ഒരു വരി പോലും ഇടാതെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ വന്നു കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ പരീക്ഷയൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് എഴുതാൻ പറ്റും. പിന്നെ ഇപ്പം നമ്മുടെ 10th ലെവലാണെങ്കിലും കുറച്ചുകൂടിയൊക്കെ നല്ല രീതിയിൽ +2 ലെവൽ വരാൻ നേരത്ത് നന്നായിട്ട് എഴുതാൻ പറ്റും. 10th ലെവലിനും ഉറപ്പായിട്ടും 10th ലെവലാണ് വളരെ ഈസി ആയിട്ട് ഇതിൽ നിന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. തുടർന്ന് അടുത്ത ബാക്കി അപ്ലോഡ് ചെയ്യുമ്പോൾ അതുകൂടിയൊക്കെ ഒന്ന് നോക്കിക്കൊള്ളുക. അപ്പോൾ ഇത് എഴുതിയെടുത്ത് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ സ്വന്തം വിജയകുമാർ.